അള്ളാഹു തൗഫീഖ്. വിശുദ്ധ റമദാൻ ഒരു പർച്ചേസിന്റെ മാസം ആയി കാണരുത്. വിശുദ്ധ റമദാൻ അങ്ങനെ ഒരു മാസമല്ല, ഒരു പർച്ചേസിന്റെ മാസം. വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ വരും. സ്വാഭാവികമായും പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കണം. ആ പുതിയ വസ്ത്രം ധരിക്കുന്നത് അത് വാങ്ങിച്ചു വെക്കാമല്ലോ. അത് റമദാനിന് മുമ്പ് തന്നെ വാങ്ങിച്ചു വെച്ചാൽ എന്താ കുഴപ്പമുള്ളത്? ഏതായാലും വാങ്ങണം. ആ വാങ്ങുന്നത് ഇപ്പോ വാങ്ങിയാൽ ഒരു 2-3 രൂപ ലാഭിക്കാം. കാരണം ഇപ്പൊ ഉണ്ടാകുന്ന വിലയല്ല റമദാനിൽ ഉണ്ടാകുന്ന വില. അതേ സാധനം നല്ല പാക്കറ്റ് ചെയ്തിട്ട് ഈ ഇപ്പോൾ കിട്ടുന്നത് 1000-നോ 2000-നോ 3000-നോ ആണെങ്കിൽ വിശുദ്ധമായ റമദാനിൽ അതൊന്നുകൂടി അതിന്റെ പൊടികളൊക്കെ തട്ടി ഒരു പക്ഷെ വേറൊരു പാക്കറ്റിലാക്കി വെക്കുമ്പോ അത് 5000-നും 6000-നും വെക്കും. അപ്പൊ നമ്മളെല്ലാവരും അതിനൊക്കെ ഒരുങ്ങണം. ഈ വിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങണം. എല്ലാ വീടുകളും വൃത്തിയാകണം. ഞാനത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ ഒരു അതിഥി വരികയാണ്. ഒരു പുണ്യമായ ഒരു അതിഥി, ഏറ്റവും ബഹുമാനമുള്ള അതിഥി, മഹാനായ ഉബൈദത്ത് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് സ്വഹാബത്തിനെയും ആ മദീനയിലുള്ള ഒരുപാട് സ്വഹാബത്തിനെയും കൂട്ടി മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. അവരെല്ലാവരും അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ആ സ്വപ്നം എന്ന് പറയുന്നത് മദീനത്ത് മരണപ്പെട്ട 2 ആളുകളാണ്. ഒരേ സമയം ഇസ്ലാമിലേക്ക് വന്ന 2 ആളുകൾ. പക്ഷേ ഒരാള് മരണപ്പെട്ടത് ഷഹീദായിട്ടാണ്, മറ്റേയാള് മരണപ്പെട്ടത് ഷഹീദാകാതെ ഒരു സാധാരണ മരണമാണ്. 2 പേരും അള്ളാഹുവിന്റെ കോടതിയിലെത്തി സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്നു നിന്നപ്പോ ആദ്യമായി ഷഹീദായ മരണപ്പെട്ടയാളെ മലക്കുകൾ ആദ്യം പരിഗണിച്ചില്ല. മലക്കുകൾ ആദ്യം പരിഗണിച്ചത് 1 കൊല്ലം കൂടുതൽ ജീവിച്ചിട്ട് മരണപ്പെട്ട സാധാരണക്കാരനായി സാധാരണയുള്ള ഒരു മരണമായി സംഭവിച്ച ആ മനുഷ്യനെയാണ്, അയാളെയാണ് ആ മലക്കുകൾ വന്നിട്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഷഹീദായ ആള് പിന്നെയും കുറെ സമയം ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നു. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് മലായിക്കത്തുകൾ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ് നബിയെ? ഇത് അത്ഭുതകരമായൊരു സ്വപ്നമാണല്ലോ എന്ന് പറയാനാണ് മദീനയിലെ ഉബൈദത്ത് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സ്വഹാബികൾ മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ആ മനുഷ്യനുണ്ടല്ലോ, ആ ഷഹീദായ ആളെക്കാളും സാധാരണക്കാരനായി മരിച്ച ഒരാളുണ്ടല്ലോ, അയാൾ 1 വർഷം കൂടുതൽ ജീവിച്ചില്ലയോ സ്വഹാബാ? ഒരു റമദാൻ അദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയില്ലയോ സ്വഹാബാ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 പേർക്കും ഇടയിലുള്ള വ്യത്യാസം ആകാശ ഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദായി മരണപ്പെട്ടയാളെക്കാളും ബഹുമാനവും ആദരവും ലഭിച്ചത് 1 കൊല്ലം കൂടുതൽ ജീവിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയും റമദാനിനെ സ്വീകരിക്കാൻ ഭാഗ്യം ചെയ്ത ആൾക്കുമാണെങ്കിൽ റമദാൻ ഒരു ചില്ലറ കാര്യമല്ല. അവിടെ നല്ല ഒരു സ്വീകരണം കൊടുക്കണം. നമ്മുടെ കല്യാണം, വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഒരുങ്ങാറില്ലേ? തക്കാരമുണ്ടെങ്കിൽ ഒരുങ്ങാറില്ലേ? ഏതൊക്കെ വിഷയങ്ങളിൽ ഒരുങ്ങുന്നു. അതുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ എല്ലാ വീടുകളും കഴുകി വൃത്തിയാക്കി, ബാത്റൂമുകളൊക്കെ നന്നായി കഴുകി, എവിടെയെങ്കിലും എട്ടുകാലി വലവച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോക്കി, വീട്ടിലെല്ലാവരും കൂടി ഒരു ശ്രമദാനമായി എല്ലാവരും ഒന്നിച്ച്, പാപ്പയും ഉമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒന്നിച്ചു കൂടി ചേർന്ന് വീടുകളൊക്കെ വൃത്തിയാക്കി, അങ്ങനെ വിശുദ്ധ റമദാനിനെ എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം. ആ സ്വീകരണത്തിന് തന്നെ കൂലിയുണ്ട്. ബഹുമാനിക്കും തോറും കൂലി കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ബഹുമാനിക്കുന്നില്ല, റമദാൻ ഇങ്ങനെ വന്നിട്ട് പോവാണ്, എന്തർത്ഥമുള്ളത്? റമദാൻ ഇങ്ങനെ വരുന്നു, റമദാൻ സാധാരണ പോലെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെയാണോ നമ്മൾ ആവേണ്ടത്? അല്ല, ഈ റമദാൻ അങ്ങനെ ആയിക്കൂടാ. അല്ല, ഒരു ഒന്നാം തരം സ്വീകരണം. ഈ റമദാനിൽ ഒരൊറ്റ ഒരു ജമാഅത്ത് നിസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് തീരുമാനിക്കണം.
ഒരു ജമാഅത്ത് നിസ്കാരം തീരെ നഷ്ടപ്പെടാൻ പാടില്ല. ഒരു ജമാഅത്തും എനിക്ക് നഷ്ടപ്പെടുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കിനാലൂര് തച്ചമ്പൊയിൽ പോയി. അവിടെ ചെന്ന് വയൽ മദനിയൊക്കെ കഴിഞ്ഞ് സദസ്സ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ എന്നെ വിളിച്ചു, ഉസ്താദേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്റെ ചെവിയിൽ അദ്ദേഹം വളരെ പതുങ്ങിയ സ്വരത്തിൽ പറയാൻ, 19 കൊല്ലമായി എനിക്കൊരൊറ്റ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മരണം വരെ ആ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. ഒരുപാട് കുടുംബങ്ങൾ മദനിയത്തിലെ പലരും ഇവിടെ ആട് നേർച്ച ചാക്കിയവരുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് പണം ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ പേ വഴി